CPMകാർ പൊതുവെ ബുദ്ധിജീവികളാണെന്നാണ് ധാരണ. കോടിയേരിക്ക് ബുദ്ധിജീവി പരിവേഷം ഉണ്ടായിരുന്നില്ല. VS-ഉം പാലൊളി മുഹമ്മദ് കുട്ടിയും ചടയൻ ഗോവിന്ദനും ബുദ്ധിജീവികളായിരുന്നില്ല. അമൂർത്തവും മൂർത്തവുമായ ഉത്തരങ്ങൾ അവരാരും നൽകിയിരുന്നില്ല. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചു. ജനങ്ങൾക്കും അവരെ ഇഷ്ടമായിരുന്നു. VS-ന്റെ പൊതുപരിപാടികളിൽ ജനം ഇരച്ചു കയറി. കോടിയേരിയെ സ്വന്തം സഖാവായി എതിർ പാർട്ടിക്കാർ പോലും കരുതി. മുൻ മന്ത്രിയും ഇപ്പോൾ MP-യുമായ K. രാധാകൃഷ്ണനും ബുദ്ധിജീവിയല്ല, കർഷകനാണ്. ആളുകളുടെ പൾസറിയുന്ന മനുഷ്യനാണ്. K. രാധാകൃഷ്ണനെയും ആളുകൾക്ക് ഇഷ്ടമാണ്. മൂർത്തവും അമൂർത്തവുമായ ചോദ്യങ്ങൾ ഇവരൊന്നും ചോദിച്ചതേയില്ല, ഉത്തരങ്ങളും പറഞ്ഞില്ല. പറഞ്ഞു വന്നത് പൊതുവെ CPMകാരെല്ലാം ബുദ്ധിജീവികളാണ്. MA ബേബി മുതൽ സ്വരാജ് വരെ നീളുന്നു ആ നീണ്ട നിര. ഗോവിന്ദൻ മാസ്റ്റർ എവർഗ്രീൻ ബുദ്ധിജീവിയാണ്. MA ബേബി പെണ്ണ് കാണാൻ വന്ന കഥ ഭാര്യ ബെറ്റി ബേബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയോട് ബേബി സഹാവ് പറഞ്ഞത്രേ, അവധാനതയോടെ ആലോചിച്ച് വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയത്രേ. CPM എന്ന പാർട്ടിയെക്കുറിച്ച് പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞു, ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. പിന്നെ അതൊരു ശൈലിയായി. ശരിയാ സഹാബ്, ഇപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും ആർക്കും അറിയില്ല. ഇപ്പോഴിതാ പിണറായിക്ക് ശേഷം പാർട്ടിയെക്കുറിച്ച് വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. മുഖ്യമന്ത്രിയെ കടത്തിവിട്ടുന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കൂടിയായ പ്രസ് സെക്രട്ടറിയുടെ വെല്ലുവിളി PV അൻവറോടാണ്. എടാ മോനെ, ഇത് വേറെ പാർട്ടിയാണ്, പോയി തരത്തിൽ കളിക്ക് എന്നാണ് കോമ്രേഡ് മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. MV രാഘവൻ പാർട്ടി വിട്ടു പോയിട്ട് CPMനൊന്നും സംഭവിച്ചില്ല. പിന്നെയാണോ ഒരു അൻവർ പോയാൽ? ഇങ്ങനെയാണ് മനോജ് സഹാവിന്റെ പരിഹാസം. കോമ്രേഡ് മനോജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: 80കളുടെ തുടക്കത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് MVR ആയിരുന്നു. ബദൽരേഖ വന്നപ്പോഴും MVRനോട് ആരാധന തന്നെ. അന്ന് സമരത്തിൽ പങ്കെടുത്ത് അടിയും കൊണ്ട് തെറിയും കേട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ജലക്ഷാമം രൂക്ഷം. MVR ജയിലിലെത്തി. ഞങ്ങളോട് വ്യക്തിപരമായ അന്വേഷണങ്ങൾ, മുറിവുകൾ തൊട്ടുനോക്കി ആശ്വാസവാക്കുകൾ, ചികിത്സ നൽകാൻ ജയിൽ സൂപ്രണ്ടിന് കഠിന നിർദ്ദേശം, അഞ്ചരക്കണ്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഉഗ്രശാസന. ഞങ്ങൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ MVRന്റെ പുതിയ പാർട്ടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. നാടക യോഗങ്ങൾ, ഓരോന്നിലും വൻ ജനാവലി. അന്ന് ചാനലുകളില്ല, പത്രങ്ങൾ വിധി എഴുതി, മാർക്സിസ്റ്റ് പാർട്ടി തീർന്നു. MVRന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്ക് തോന്നുമായിരുന്നു ഇനി CPIM ഉണ്ടാകുമോ എന്ന്? ഒന്നും സംഭവിച്ചില്ല. 1987 വൻ ഭൂരിപക്ഷം നേടി LDF വന്നു. MVRന്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി. MVRന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട്. ഇങ്ങനെയാണ് കോമ്രേഡിന്റെ പോസ്റ്റ്. കേൾക്കുന്ന അടിയുറച്ച CPMകാർ കൈയടിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സഹാവേ, 1980കളല്ല, കാലം മാറി, ജനങ്ങളും. ഒരു വൈരുദ്ധ്യം പറയാം. അസഹിഷ്ണുതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന CPM സഹിഷ്ണുതയുള്ള പാർട്ടിയാണോ? അല്ലേ അല്ല. മുൻ സഹാവ് KK രമയോട് മാത്രം ചോദിച്ചാൽ മതി. സൈബർ കടന്നൽ കൂട്ടങ്ങൾ ഇളകിയാർത്ത് ആ പാവത്തിനെ വല്ലാതെ ആക്രമിച്ചിട്ടുണ്ട്. ഇതാണ് CPMന്റെ വൈരുദ്ധ്യം. ഒരു വൈരുദ്ധ്യമാണ് പറഞ്ഞത്. 80കളിൽ ആളുകൾക്കത് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ഈ വൈരുദ്ധ്യം മനസ്സിലാവും എന്ന് മാത്രമല്ല, രാജാവ് ഉടുതുണിയില്ലാതെ പിറന്ന പടിയിൽ നിൽക്കുകയാണെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുകയും ചെയ്യും. ഈ മാറ്റം മനോജ് സഹാവിന് അറിയാത്തതൊന്നുമല്ല. പറയുമ്പോൾ ഒരു ഗുമ്മിനങ്ങ് പറഞ്ഞു എന്ന് മാത്രം.